പാട്രിയോട്ട് സിനിമയുടെ ടീസർ കണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതൊരു കണ്ടന്റ് ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. അതിൽ വെറുതെ അനാവശ്യമായി സ്വാഗും മാസവും കുത്തിക്കയറ്റിയാൽ ഹലോ ദാസ് പിക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മമ്മൂക്കയും മോഹൻലാൽ ഒരുമിച്ച് അഭിനയിച്ചൊരു ടീസർ നമ്മൾ കണ്ടതാണ് പാട്രിയോട്ടിന്റെ. പക്ഷെ ഇന്നലെ KHRK എന്ന് പറഞ്ഞ് കമൽഹാസൻ രജനികാന്തും റീയൂണിയൻ ചെയ്യുന്നു എന്ന പേരിൽ ഒരു വീഡിയോ ഇറങ്ങി, ഒരു പ്രൊമോ വീഡിയോ. നെൽസൺ സംവിധാനം ചെയ്യാൻ പോകുന്ന ഈ സിനിമയിലെ പ്രൊമോ വീഡിയോ ട്രെൻഡിംഗ് ആയി, വൈറലായി, ഒടുക്കത്തെ ഹിറ്റായി. പക്ഷെ അതിന്റെ പേരിൽ തെറിയേക്കുന്നത് മമ്മൂട്ടിയും ലാലേട്ടനും മഹേഷ് നാരായണനുമാണ്. വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനെയും കിട്ടിയിട്ട് ഉറക്കം നോങ്ങി ടീസർ എടുത്തു വെച്ചു എന്നാണ് കമന്റ്. KHRK പ്രൊമോ വീഡിയോ ഇറങ്ങുന്നവരെ ഈ പരിഭവവും പരാതിയും പാട്രിയോട്ടിന് കേൾക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഒരു ഹൈലൈറ്റ്. ജിത്തു മാധവന്റെയോ വൈശാഖിന്റെയോ സിനിമ കിട്ടിയിരുന്നെങ്കിൽ തകർപ്പനായിട്ട് ഇതിന്റെ പ്രൊമോ വീഡിയോയും ടീസറൊക്കെ ഇറക്കിയാനെന്നാണ് നിലവിലെ സംസാരം. പാട്രിയോട്ട് പോലുള്ള സിനിമ ഏത് നടന്മാർക്ക് വേണമെങ്കിലും കോംബോ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണത്രേ. എനിക്ക് പറയാനുള്ളത്, ഒന്ന്, 2 പടം ഇറങ്ങിയിട്ടില്ല. 2, മലയാളി ഓഡിയൻസ് എങ്ങനെ തമിഴ് ഓഡിയൻസിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 3, മഹേഷ് നാരായണൻ എന്ന ഡയറക്ടറും അദ്ദേഹത്തിന് ഇതുവരെയുള്ള സിനിമയും ശൈലിയും. രജനികാന്ത് കമൽഹാസൻ പ്രൊമോ വീഡിയോ കിടിലനാണ്, അതിൽ യാതൊരു തർക്കവും. നമ്മളത് എൻജോയ് ചെയ്യുകയും ചെയ്തു. ആ വീഡിയോ കാണുമ്പോൾ ലാലേട്ടനെ മമ്മൂക്കയെ ഓർക്കുകയും പാട്രിയോട്ട് സിനിമയുടെ ടീസർ ആരും പറയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. ഇനി പറയാനുള്ളത്, ജിത്തു മാധവനും വൈശാഖും അല്ല പാട്രിയോട്ട് എന്ന സിനിമ എടുത്തിരിക്കുന്നത്. കണ്ടന്റ് ഓറിയന്റഡ് ആയ കഥയ്ക്കും തിരക്കഥയ്ക്കും കലാമൂല്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് മഹേഷ് നാരായണൻ. മമ്മൂട്ടി, മോഹൻലാൽ എന്ന വ്യക്തികളുടെ സ്റ്റാർഡത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ അവരുടെ ഉള്ളിലെ വലിയ ആക്ടേഴ്സിനെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംവിധായകൻ കൂടിയാണ്. പുള്ളിയുടെ മുൻ സിനിമകളെല്ലാം അതിനൊരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഒരു സംവിധായകൻ എടുക്കുന്ന ഒരു സിനിമയുടെ ടീസർ മാസായിരിക്കണം, കൊല്ലകൊല്ലിയായിരിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല. ഇനി KHRK പോലെ പാട്രിയോട്ടിന്റെ ടീസറിന് ഓവർ ഹൈപ്പോ അമിത പ്രതീക്ഷയോ കൊടുത്തിരുന്നെങ്കിൽ അനാവശ്യ ഓവർ ഹൈപ്പ് ചെയ്തു എന്നും ഹൈപ്പിനനുസരിച്ചുള്ള കഥയോ ഒന്നും സിനിമയിൽ ഉണ്ടായില്ല എന്നായിരിക്കും ഇപ്പോൾ തെറി പറയുന്നവർ അപ്പോൾ പറയാൻ പോകുന്നത്. പാട്രിയോട്ട് സിനിമയുടെ ടീസർ കണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതൊരു കണ്ടന്റ് ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. അതിൽ വെറുതെ അനാവശ്യമായി സ്വാഗും മാസവും കുത്തിക്കയറ്റിയാൽ ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല അതിന്റെ റിസൾട്ട്. പിന്നെ മലയാളത്തിലെ മറ്റ് നടന്മാർ മതിയായിരുന്നു എന്ന് പറയുന്നവരോട്, മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത് കൊണ്ടാണ് ഈ സിനിമ ഇത്ര പോപ്പുലർ ആയത്. ആ 2 പേരുകൾ കൊണ്ട് മാത്രമാണ് പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ്, ഓവർ പ്രമോ ഒന്നുമില്ലാതെ ആ സിനിമ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ ഇപ്പം ഇറങ്ങിയ റീയൂണിയൻ പ്രമോ വീഡിയോ പോലെ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും കൂടി ഒന്നിച്ച് അഭിനയിച്ച് മാസ് കാണിക്കുന്ന വീഡിയോ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുള്ള പോലെ എനിക്കുണ്ട്. അതൊക്കെ അത്തരം മാസ് സിനിമകളിൽ മാത്രം മതിയെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. മാസ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കൂ എന്നുണ്ടായിരുന്നെങ്കിൽ ഈ പടത്തിന് 2 പേരും ഡേറ്റ് കൊടുക്കില്ലായിരുന്നു, പ്രത്യേകിച്ച് മഹേഷ് നാരായണന്റെ സിനിമയ്ക്ക്. അതുപോലുള്ള പ്രമോകളും അനൗൺസ്മെന്റ് വീഡിയോകളും വേണം. വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രവുമാണത്. പക്ഷെ തമിഴ്നാട് പോലെ അല്ലല്ലോ നമ്മുടെ കേരളം. പടത്തിനങ്ങാൻ ചെറിയൊരു മോശം പേര് വീണാൽ പോലും തംബ്നെയിലും കണ്ടന്റ് റെഡിയാക്കി പടത്തിന് ഡീഗ്രേഡ് ചെയ്യാൻ കാത്തിരിക്കുന്ന റിവ്യൂർമാരും ട്രോളന്മാരും റോസ്റ്റർമാരും ഉള്ള നാടാണിത്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പണി 8ന് കിട്ടുമെന്ന് മഹേഷ് നാരായണനെ പോലുള്ള സംവിധായകർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഓവർ ഹൈപ്പും ഓവർ പ്രമോയൊന്നും പ്രതീക്ഷിക്കേണ്ട. നമുക്കറിയാം, മലയാളത്തിൽ ഹിറ്റായ ഒരുപാട് സിനിമകളുണ്ട്. അതിൽ തുടരും, ദൃശ്യം, ഈ സിനിമകളൊക്കെ ഓവർ ഹൈപ്പില്ലാതെ വലിയ പ്രൊമോഷൻ ഇല്ലാതെ ഇറങ്ങിയ സിനിമകളാണ്.